കേരളക്കരയെ ഒന്നാകെ ചിന്തിപ്പിച്ച ഒരു ജീവിതകഥയാണ് ബിഗ് ബോസ് ഹൗസിൽ നൂറ ഫാത്തിമ എന്ന കണ്ടസ്റ്റന്റ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. തൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും 3 അബോർഷൻ കഴിഞ്ഞാണ് താനുണ്ടായത്. അങ്ങനെ നിരവധി കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ കുടുംബത്തിന് കിട്ടിയ കൺമണിയായിരുന്നു ഞാൻ. ആ കുടുംബത്തിലെ മൂത്ത കുട്ടി. എനിക്ക് താഴെ 3 പേരും കൂടെ ഉണ്ട്, എൻ്റെ സഹോദരങ്ങൾ. എന്നിരുന്നാലും എൻ്റെ ഉപ്പയ്ക്ക് എന്നോടായിരുന്നു ഏറെ ഇഷ്ടം. ഉപ്പയ്ക്ക് സൗദിയിൽ സൂപ്പർ മാർക്കറ്റാണ്. എൻ്റെ പേരാണ് സൂപ്പർ മാർക്കറ്റിനും ഇട്ടിരിക്കുന്നത് എന്നും നൂറ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ പഠിച്ചു വളർന്നത് സൗദിയിലാണ്. അവിടുത്തെ ഹൈസ്കൂൾ പഠനകാലത്താണ് ഞാൻ ആദിലെ കാണുന്നതും അവളുമായി പ്രണയത്തിലാകുന്നതും. തൻ്റെ ഉപ്പയുടെ പൊന്നുമോളായിരുന്നു ഞാൻ. സാധാരണ ഫാമിലിയിൽ കാണുന്നത് പോലെ പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്ന ചിന്ത എൻ്റെ ഉപ്പയ്ക്കുണ്ടായിരുന്നില്ല. ഉപ്പയ്ക്ക് ഉപ്പയുടെ മകൾ പഠിച്ച് വലിയ നിലയിലെത്തണം എന്ന ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതെല്ലാം നടന്നുവെങ്കിലും ഉപ്പയുടെ ആഗ്രഹപ്രകാരം ജീവിക്കാൻ എനിക്ക് സാധിച്ചില്ല. ആദിലയുമായുള്ള പ്രണയം ഉപ്പയ്ക്ക് വളരെ വിഷമമുണ്ടാക്കി. ഞാൻ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഉപ്പ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. എൻ്റെ ബാല്യത്തിൽ ഞാൻ 2 തവണ പീഡനത്തിനിരയായിട്ടുണ്ടെന്നും നൂറ പറയുന്നു. ഈ വിവരം അനുജത്തിക്കും ആദിലയ്ക്കും മാത്രമാണ് അറിയുകയെന്നും നൂറ കൂട്ടിച്ചേർത്തു. നൂറയുടെ ഈ ഒരു പ്രസ്താവന പ്രേക്ഷകർക്കിടയിൽ ഏറെ ചർച്ചാ വിഷയമായി മാറി. ഈ പറഞ്ഞത് സത്യമാണോ? സൗദി പോലൊരു രാജ്യത്ത് ഇങ്ങനെയൊക്കെ നടക്കുമോ? എന്തുകൊണ്ടാണ് ഈ വിവരം പുറത്തു പറയാഞ്ഞത്? എന്നിങ്ങനെ തുടങ്ങി നിരവധി അഭിപ്രായങ്ങളാണ് കമൻറ്റ് ബോക്സ് ആകെമാനം നിറയുന്നത്. എന്തായാലും നൂറ തൻ്റെ ഉപ്പയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ വാക്കുകളിൽ നിന്നും വ്യക്തം. എന്നെങ്കിലും അവർ ഇവരുടെ സ്നേഹത്തെ അല്ലെങ്കിൽ പ്രണയത്തെ അംഗീകരിക്കും എന്ന വിശ്വാസത്തിലാണ് ഇവരുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെയും ആദിലയുടെയും കാര്യത്തിൽ ഉപ്പയെ ആരൊക്കെയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ ഇപ്പോഴും ഞങ്ങളെ സ്വീകരിക്കാത്തതെന്നും നൂറ സങ്കടത്തോടെ പറയുന്നു. ഇത്തരത്തിൽ വളരെ വികാരനിർഭരമായ വാക്കുകളാണ് നൂറ ഫാത്തിമ ഇന്നലെ ബിഗ് ബോസ് പോലൊരു വലിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. എന്തായാലും ഇവരുടെ മാതാപിതാക്കൾ അവരെ ഈ ഷോയിലൂടെയെങ്കിലും മനസ്സിലാക്കും എന്നും എല്ലാം മറന്ന് അവരെ സ്വീകരിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റ.